ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സൺഡേ ആണല്ലേ. സൺഡേ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വേറൊന്നുമല്ല, സാൻഡ്വിച്ച്. എനിക്ക് സാൻഡ്വിച്ച് അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ കുക്കിങ്ങിൽ എക്സ്പേർട്ടും അല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിലെന്തൊക്കെ വേണം എന്ന് നോക്കാം. പലരും പല രീതിയിലാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ മുട്ട വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലാതെ പച്ചക്കറി മാത്രം ഇട്ടിട്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കും. പക്ഷെ ഞാനൊരു കുറച്ച് മസാലയൊക്കെ ഇട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെയുള്ള കൊച്ചിന് അതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയാണ് വേണ്ടത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമ്മൾ പുഴുങ്ങണം. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇത് പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, പിന്നെ നമ്മളുടെ സവോള കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് ക്യാബേജ് കുനുകുന അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാരറ്റും, അതുപോലെ തന്നെ പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ കുനുകുന അരിഞ്ഞു വെച്ചതാണ്. പിന്നെ വേണ്ടത് നെയ്യാണ് കേട്ടോ, പശു നെയ്യ്. ഇത് ഒറിജിനലായിട്ടുള്ളതുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒറിജിനലായിട്ടുള്ള നെയ്യാണ്. കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അങ്ങനെ നെയ്യാണ് വേണ്ടത്. പിന്നെ ഈ സാൻഡ്വിച്ചിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാല ചേർക്കണം. അപ്പോൾ ആ ഒരു മസാല എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ ഇതാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. അപ്പം എരിവൊക്കെ വേണ്ടതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇടാം, പക്ഷേ കുറേശ്ശെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരിത്തിരി നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരിത്തിരി ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കൊരു മസാല കൂട്ട്. ഉപ്പ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ചേർക്കുന്നതാണ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സാൻഡ്വിച്ച് പലരും പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കരുത്, കാരണം ഞാൻ ഇങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നേരെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു പാനിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു പാനിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാടങ്ങ് വേവിച്ച് കുളവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്കറിയല്ലേ, അപ്പം ഒരു ഹാഫ് കുക്കഡ്, അതിലും കുറച്ചും കൂടെ ഇതായിട്ട് നമ്മളൊന്ന് കുക്ക് എടുത്താൽ മതി. അപ്പം നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മളുടെ സവോള, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ഒരു മല്ലിയില, പിന്നെ ക്യാബേജ്, ഇത് നമ്മൾ ലാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ നമ്മൾ വെക്കുന്നതിന് ജസ്റ്റ് മുമ്പ് നമ്മൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതെല്ലാം, പിന്നെ നമ്മുടെ ക്യാരറ്റും നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതും കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മളുടെ സവോള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടോളൂ. പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ചെയ്തോളൂ, സൂക്ഷിച്ചിളക്കണേ. അയ്യോടാ, പച്ചക്കറിക്ക് വേദന എടുക്കുന്നുണ്ട്. കുഞ്ഞിക്ക് പേടിച്ച് ഇളക്കുവാണേ. നന്നായിട്ട് ഇളക്ക്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൂസാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ, ഇങ്ങനെ ദൂരെ നിന്നിട്ടേ ഇളക്കുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കുഞ്ഞൂസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പൊള്ളൊന്നുമില്ല, എന്നാലും രസമുണ്ടോ ഉണ്ടാക്കാൻ? അമ്മയൊക്കെ ഇങ്ങനെയാണ് കുക്ക് ചെയ്ത് നിങ്ങൾക്കൊക്കെ തരുന്നത്. അപ്പം എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ നമ്മളിത് അടച്ചു
വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത്. അതിപ്പോൾ വെന്ത് വരുന്നുണ്ടോ? കുറച്ച് അടുപ്പിച്ച് പിടിച്ച് നിങ്ങൾക്ക് ക്യാമറ ഇതുണ്ടോ? വെന്ത് വരുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ ഒന്ന് ഏകദേശം നമ്മുടെ ഈ പൊടികളൊന്ന് പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടി കരിഞ്ഞു പോവരുത് ഐശൂട്ടാ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മളുടെ പച്ചക്കറി ഒന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഈ മുട്ട, ഞാൻ ഈ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഈ മുട്ടയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഐശൂട്ടാ മുട്ടയുടെ തൊലി കളഞ്ഞ് ഞാൻ കാണിച്ചു തരാം. വേഗം ചെയ്യും. അയ്യോ കൂടെ വാക്കല്ലേ ആക്ക്. പതുക്കെ പൊളിക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞൂസ് മുട്ട പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചൊരു മാതള നാരങ്ങ കട്ട് ചെയ്തങ്ങ് കഴിക്കാം. പരിപാടി എന്ന് പറയുന്നത് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. പുഴുങ്ങിയ മുട്ട കേട്ടോ. അപ്പം ഐശൂട്ടാ കത്തിയൊക്കെ നോക്കി പിടിക്കണേ. അപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ഐശൂട്ടിന് ഭയങ്കര നിർബന്ധം. അമ്മ ഞാനിതെല്ലാം ചെയ്തോളാം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെല്ലാം ചെയ്ത് പഠിക്കട്ടെ എന്ന്. അപ്പം ഇതിങ്ങനെ നമ്മൾ പതുക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ മിക്സിയിലേക്ക് ഇടണം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും അടിച്ചു പോയേക്കരുത്, ജസ്റ്റ്. അപ്പം നമുക്ക് അടിക്കാനുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് അടിച്ചെടുക്കാം വേണ്ട. അപ്പം നമ്മളുടെ മുട്ട ഈ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പം ഒരുപാടൊന്നും ആയിപ്പോവരുത്. ഇത് കേട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മളുടെ പച്ചക്കറിയൊക്കെ മസാലക്കൂട്ടൊക്കെ ഇട്ട പച്ചക്കറിയൊക്കെ നന്നായിട്ടല്ല കഴിക്കേണ്ട രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ. അശ്വട മുട്ടയൊന്നും ഇടാൻ മോനെ. മുട്ട ഇടുക. പെട്ടെന്ന് ഇട്ടോളൂ അശ്വട്ടാ. ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ടും തീ ഓഫാക്കിയിട്ടൊക്കെ ചെയ്താലും മതി കേട്ടോ ഈ മുട്ടയിടലേ. കാരണം മുട്ട ഓൾറെഡി വെന്തതാണല്ലോ. ഓക്കെ. അപ്പം നമ്മുടെ മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഈ മുട്ടയും പച്ചക്കറിയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഉണ്ട്. ഓക്കെ. മിക്സ്. ഇനി ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തത്. ഇനി ഈ മിക്സ് ചെയ്തതിലേക്കാണ് നമ്മൾ വന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്തതിലേക്ക് മല്ലിയില നമ്മളിങ്ങനെ ഇട്ടിട്ടാണ് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മല്ലിയില നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇടില്ല. വേവിച്ച് കഴിഞ്ഞ് മുട്ടയിടുന്ന സമയത്താണ് ഈ മല്ലിയില നമ്മൾ ഇടുന്നത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. സാൻഡ്വിച്ചിൽ മല്ലിയില ഇടുന്നത് കണ്ടു. പിന്നെ ഈ ക്യാബേജ് നമ്മൾ വേവിക്കില്ല. ഈ ക്യാബേജും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മല്ലിയിലയും ക്യാബേജും നമ്മൾ വേവിക്കാതെ തന്നെ ആ ഒരു കൂട്ടിലേക്ക് ജസ്റ്റ് ഇടുകയാണ്. ഇനി അടുത്ത പരിപാടി സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ. നമ്മളുടെ സാൻഡ്വിച്ച് മേക്കർ കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ സാൻഡ്വിച്ച് മേക്കർ നന്നായിട്ട് ചൂടാവണം. ചൂടായതിനു ശേഷമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്ത ശേഷം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്ത ശേഷം അതിലേക്ക് നെയ്യ് കേട്ടോ. ഈ നെയ്യ് നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കണം. നെയ്യ് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് പുരട്ടി കൊടുക്കണം. നമ്മളിതാ ഇത് നന്നായിട്ട് നെയ്യ് ഇവിടെ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്യണം. ഇത് നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇനി നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ ഇത് അടയ്ക്കണം. അടച്ചിട്ട്
ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്.